കുറച്ച് ദിവസമായിട്ട് ഇലയട കഴിക്കാൻ ഒരാഗ്രഹം. പിന്നെ ക്രിസ്ത്യാനികൾക്ക് നാളെ കൊഴുക്കട്ട ശനിയാഴ്ച. എന്നാൽ പിന്നെ അതുണ്ടാക്കിയാലോ? ശർക്കര മെൽറ്റ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് തേങ്ങയും കുറച്ച് ഏലക്കായും ചെറിയ ജീരകവും പൊടിച്ചതും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഉള്ളിലെ ഫില്ലിംഗ് റെഡിയായി. ഇനി 3 കപ്പ് വറുത്ത അരിപ്പൊടി. ഇതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 10 വരെ ഉണ്ടാക്കാം. 3 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളം, അതാണ് കണക്ക്. ദിസ് അളവ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇല്ലെങ്കിൽ പായസമാവും. തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ച് സ്പൂണും കൊണ്ട് മിക്സ് ചെയ്യുക. വെള്ളം കമത്തരുത്. ഞാൻ ആദ്യം ഒന്ന് പതറിയെങ്കിലും ട്രസ്റ്റ് ദ പ്രോസസ് എന്നാണല്ലോ. കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന ചൂടാകുമ്പോൾ വീണ്ടും നന്നായി കുഴിക്കുക. കയ്യിൽ എണ്ണ തേച്ചോ, അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല. ഇനി നമ്മൾ കുഞ്ഞു ബോൾസ് ഉണ്ടാക്കി നടുക്കൊരു കുഴിയൊക്കെ കുഴിച്ച് ഫില്ലിംഗ് അതിൽ വെക്കും. ഇതിൽ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സ്റ്റെപ്പാണിത്. എന്നിട്ട് അത് വീണ്ടും ഉരുട്ടി ഒരു കുഞ്ഞു ബോളാക്കുക. സംഭവം സക്സസ് ആയെന്ന് കണ്ടപ്പം എൻ്റെ മുഖം ഒന്ന് പ്രസാദിച്ചു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. ഇനി നമുക്കിത് ആവി കയറ്റി എടുക്കണം. അതിനുള്ള സാമഗ്രികൾ എൻ്റെ കയ്യിലില്ല. സോ ഐ ബോട്ട് ദിസ് സ്റ്റീമർ സ്റ്റാൻഡ് ഫ്രം ഡോളറാമ ഫോർ $5. ഡോളറാമ ഇല്ലാതിരുന്നെങ്കിലോ? 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ കൊഴുക്കട്ട റെഡിയാവും. ഏതായാലും നനഞ്ഞൂനി കുളിച്ച് കയറാം. അടയും കൂടെ ഉണ്ടാക്കാം. വാഴയിലില്ലാത്തത് കൊണ്ട് ഐ യൂസ്ഡ് ബട്ടർ പേപ്പർ. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. കയ്യിൽ നിന്ന് പോയിന്ന് ആദ്യം ഒന്നും തോന്നിയെങ്കിലും പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. റിയലി അമേസിംഗ്.